1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വയലിനെയും അതിൽ നിന്നുള്ള സംഗീതത്തെയും ജീവശ്വാസം പോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് കോഴിക്കോട്. ചെക്കോസ്ലോവാക്കിയയിൽ നിർമ്മിത വയലിനിലാണ് സംഗമം തിയേറ്ററിന്റെ സാരഥിയായിരുന്ന വിൻസെന്റ് സാമുവൽ സംഗീതത്തിന്റെ മാന്ത്രിക സൃഷ്ടിക്കുന്നത്. പന്ത്രണ്ടാം വയസ്സിലാണ് തലമുറയായി കൈമാറി വന്ന ചെക്കോസ്ലോവാക്കിയൻ വയലിൻ വിൽസൺ സാമുവലിൻ്റെ കയ്യിലെത്തുന്നത്. 7 പതിറ്റാണ്ടോളം നാടകരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന വിൽസൺ സാമുവലിൻ്റെ മനസ്സിലിപ്പോഴും അരങ്ങുകളുടെ ആരവവും വയലിനിൽ നിന്നും ജനിക്കുന്ന ഈണവും മാത്രമാണ്. ചെറുപ്രായത്തിൽ സംഗീത താല്പര്യം പ്രകടിപ്പിച്ച വിൽസൺ സാമുവലിന് വഴികാട്ടിയായത് വയലിനിസ്റ്റായ അച്ഛൻ സാമുവലും അമ്മ മേരിയുമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വേദിയിലെത്തി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൗൺ ഹാളിൽ അവതരിപ്പിച്ച മെഴുകുതിരി എന്ന നാടകത്തിൽ വയലിൻ വായിക്കാൻ അവസരം ലഭിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു, എൻ സുകുമാരൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് വല്ല ട്രൗസറൊക്കെ ഇട്ട് കിടക്കുന്ന കാലം കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്, ഇവനെ ഒന്ന് വയലിൻ പഠിപ്പിക്കണം. അന്നൊന്നും വയലിൻ ക്ലാസ്സസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല. ഒന്ന് സംഗീത അക്കാഡമിയിൽ പോകണം, അത് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ സ്ഥലമാണ്. ഞങ്ങൾ വെസ്റ്റേൺ മ്യൂസിക് പഠിപ്പിക്കുന്ന അന്ന് വളരെ തുച്ഛം പേരേ ഉള്ളൂ. പീറ്റർ മാഷ്, ഹെൻറി അബിയ എന്ന് പറഞ്ഞ 2-3 പേരേ ഉണ്ടായി, എലീഷ്യ എന്നൊക്കെ പറഞ്ഞ ആൾ. അപ്പോൾ അത് എന്നെ ഒറ്റയ്ക്ക് അയക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ചെറുപ്രായമല്ലേ. അപ്പോൾ അച്ഛൻ വിചാരിച്ചെന്നാൽ തൊട്ട വീട്ടിൻ്റെ അടുത്തുള്ള അത്യാവശ്യം നന്നായി വയലിൻ വായിക്കുന്ന കോഴിക്കോട്ട് അന്ന് ലീഡ് വയലിനിസ്റ്റ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ പോകും, അദ്ദേഹം സൗകര്യമുള്ളപ്പോൾ പഠിപ്പിച്ചു തരും. ഒരു ഗുരുകുലാടിസ്ഥാനത്തിലാണ്. ഞാനൊരു 2-3 വർഷം കൊണ്ട് പഠിച്ചെടുത്തു എന്നുള്ളതാണ് സത്യം. 4 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പ്രൊഫഷണൽ വയലിനിസ്റ്റായിട്ട് പുറത്തായി. കാരണം എന്തും എൻ്റെ കയ്യിൽ വഴങ്ങും, ഇപ്പോഴത്തേക്കാൾ നന്ന് വഴങ്ങുമായിരുന്നു. ആ പ്രായത്തിൻ്റെ ഒരു ഇതാണല്ലോ. പിന്നീട് നാടക സംഗീത സംവിധായകനായി. തൃശ്ശൂർ മുതൽ കണ്ണൂർ വരെയുള്ള അമച്വർ നാടക സമിതികളിലും പ്രൊഫഷണൽ നാടക സമിതികളിലും സജീവമായി. തുടർന്ന് കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിൻ്റെ സാരഥി. KT സംഗമം വിട്ട് കലിംഗ തിയേറ്റേഴ്സ് തുടങ്ങിയപ്പോൾ നാനാതരായ ഞങ്ങളെ ഒന്ന് പോഷിപ്പിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാൻ ഗതിമുട്ടി നിന്നപ്പോഴാണ് MT വാസുദേവൻ സമീപിക്കുക. അദ്ദേഹം ഒരു നാടകം എഴുതുന്നത്. ജീവിതത്തിൽ ഒരു നാടകം എഴുതാത്ത ഒരാളാണ്. ജീവിതത്തിൽ ആദ്യം ഒരു നാടകം എഴുതിയിട്ടുള്ളൂ, അത് ഗോപുര നടയിലുള്ള നാടകമാണ്. സാഹസികമായ ഒരു സംരംഭമായിരുന്നു തോന്നിയെങ്കിൽ പോലും അത് വളരെ വിജയകരമായിരുന്നു. പിന്നെ സംഗമം തിയേറ്റേഴ്സിന് പിന്നോട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തുടർന്ന് തിക്കൊടിയൻ മാഷ്, വാസു പ്രദീപ്, ജമാൽ കൊച്ചങ്ങാടി, എങ്ങനെ തുടങ്ങിയ നിരവധി നാടകങ്ങളെ സ്കേറ്റിലെ നാടകം മാത്രം അവതരിപ്പിച്ചാലേ സംഘം നിലനിൽക്കൂ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഏത് നല്ല നാടകത്തിൻ്റെയും നാടകങ്ങൾ സംഗമത്തിന് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചത് MTയിൽ തുടങ്ങി വെച്ചതാണ്. MT അത് തുടങ്ങി വെച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അന്ന് 7 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ സംഘം അടച്ചു പൂട്ടേണ്ടതായി വരുമായിരുന്നു. 2011 മികച്ച പശ്ചാത്തല സംഗീതജ്ഞനുള്ള സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും വിൽസൺ സാമുവലിനെ തേടിയെത്തി. കോവിഡ് പ്രതിസന്ധിയിൽ നാടക ട്രൂപ്പ് നിർത്തിയെങ്കിലും മനസ്സ് നിറയെ ഇന്നും സംഗീതമാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.